ഹലോ ഫ്ലൈവിലേഴ്സ്, നമ്മളിപ്പോൾ ഉള്ള ഡൽഹിയിലെ ഗുഡ്ഗാവിലാണ്. ഇവിടെ വന്നിരിക്കുന്ന പുതിയൊരു വണ്ടിയുടെ ഫസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ടാണ്. ആക്ച്വലി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഡ്രൈവ് അല്ല, നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഡ്രൈവ് ഡബ്ല്യു കോട്ടിയുടെ എപ്പിസോഡിൽ എല്ലാ ടെസ്റ്റ് ഡ്രൈവിലും കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ വണ്ടി ഇറങ്ങിയത് ഈ വർഷം തുടക്കത്തിലാണ്. കഴിഞ്ഞ വർഷമാണ് വേൾഡ് മാർക്കറ്റിൽ ഇറങ്ങിയത്. ജാനുവരിയിലാണ് ഈ വണ്ടി ഇന്ത്യയിൽ ഇറങ്ങിയത്. ഈ വണ്ടി ഇറങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് മീഡിയ ഫ്ലീറ്റിൽ വണ്ടി വന്നിട്ടുള്ളത്. വണ്ടി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, BMW പുതിയ X1. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രൈവാണ് നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ ഓൾ മൈ ഫ്ലൈവിലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവിൽ. ഈ SUV ട്രെൻഡിങ് ആയി തുടങ്ങിയപ്പം പല കാറ്റഗറിയിലെ SUVകൾ വന്നു തുടങ്ങി. ലക്ഷറി സെഗ്മെൻറ്റിൽ എടുത്ത് നോക്കിയാൽ വലിയ SUVs ആയിരുന്നു ആദ്യം വന്നിരുന്നത്. BMW ആദ്യത്തെ വന്ന SUV എന്ന് പറയുന്നത് X5 ആയിരുന്നു. ഇന്ന് X5 താഴേക്ക് X3 പിന്നെ X1 എല്ലാം പിന്നീട് വന്നു. X1 ആണ് ആക്ച്വലി ചെറിയ കാറ്റഗറിയിൽ ആദ്യം വന്ന ജർമ്മൻ SUV. അത് നമുക്ക് ഇന്ത്യയിൽ വന്നിരുന്നതും X1 തന്നെയായിരുന്നു. അന്ന് വന്ന മറ്റുള്ള കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോൾ X1 ഒരു SUV ക്യാരക്ടർ ഉണ്ടായിരുന്നു, BMW കുറേ എലമെൻറ്റ്സിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ X1 ഒരു ചെറിയ വണ്ടിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന X1 ചെറിയ വണ്ടിയാണെങ്കിൽ കൂടി ഇന്നിത് വലുതായി. 4.5 മീറ്റർ നീളം, 1.6 മീറ്റർ ഹൈറ്റ് എല്ലാം ആയപ്പോഴേക്ക് ആക്ച്വലി ഫസ്റ്റ് ജനറേഷൻ X5 ആ സൈസിലോളം എത്തിയിട്ടുണ്ട് പുതിയ X1. ഇതൊരു കോമൺ സിനാരിയോ ആണ്. ചെറിയ വണ്ടികളിലും വലുതായി വന്ന് നമുക്ക് കാണാൻ പറ്റും. അതിപ്പം 3 സീരീസ് എടുത്ത് നോക്കിയാൽ പഴയ 3 സീരീസ് E36 എല്ലാം നമ്മൾ കാണുകയാണെങ്കിൽ ചെറിയ വണ്ടിയായിരുന്നു, ക്യൂട്ടായിരുന്നു. ഇന്നിപ്പം ഈ 3 സീരീസ് എന്ന് പറഞ്ഞാൽ പഴയ 7ൻ്റെയോ അല്ലെങ്കിൽ എന്തായാലും 5 സീരീസ് എന്നുള്ള സൈസായി മാറിയിട്ടുണ്ട്. പക്ഷേ അതേ സമയത്ത് മറ്റുള്ള വണ്ടികളും വലുതായി, 5 സീരീസും 7 സീരീസും എല്ലാം വലുതായ പോലെ തന്നെ ഈ ഒരു X3 ആണെങ്കിലും X5 ആണെങ്കിലും X7 എല്ലാം തന്നെ വലുതായി. X7 ആണ് ഏറ്റവും വലിയ മോഡൽ. എന്തായാലും X1 എന്ന് പറയുമ്പം നമ്മൾ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്ന ഒരു ക്രാംഡ് സ്മോൾ SUV എല്ലാം മാറി ഇപ്പോൾ കൺവീനിയൻറ്റ് ലക്ഷറി SUV ആയി മാറിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഏറെ മാറ്റം വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡിസൈനിലാണ്. ഡിസൈൻ എന്ന് പറയുമ്പം സാധാരണ നമ്മൾ BMW കണ്ടിരുന്ന ഒരു ടിപ്പിക്കൽ ഡിസൈൻ ഫിലോസഫി മാറി ഇന്നിപ്പം ഓരോ മോഡലിനും ഓരോ ഡിസൈൻ ഐഡൻറ്റിറ്റി ഉള്ള പോലെയാണ് വന്നിരിക്കുന്നത്. അതിൽ X1 X1 ഐഡൻറ്റിറ്റി ഉണ്ട്. പക്ഷേ ഈ ഒരു X1 കാണുമ്പോൾ നമുക്ക് X3 ആണോ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഈ ഐഡൻറ്റിറ്റി ഉള്ളത്. കഴിഞ്ഞ ജനറേഷൻ X3 പോലെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയില്ല. എന്നാൽ നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ X1 ഐഡൻറ്റിറ്റി ഉണ്ട്. ഇപ്പോൾ നമുക്ക് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തായാലും ഈ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ കളറാണ്. കാരണം ഈ ഒരു ഗ്രേ കളർ, ബോംബെ ആണെങ്കിൽ ബോംബെയിൽ ബ്ലൂ കളറാണ് മീഡിയ വണ്ടിയിൽ. പക്ഷേ ഈ ഗ്രേ കളർ കിട്ടിയത് നന്നായി തോന്നി. ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു ഡൽഹിയിൽ. മഴ പെയ്ത് ഇന്നലെ നമ്മൾ കുറച്ച് ഡ്രൈവ് ചെയ്തു, ഷൂട്ടെല്ലാം ചെയ്തിരുന്നു. ഇന്ന് രാവിലെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇന്നലത്തെ റോഡിലെ ചളിയെല്ലാം എന്തായാലും റോഡിലുണ്ടായിരുന്നു. നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. പക്ഷേ വണ്ടി കണ്ടിട്ട് ഒരു വൃത്തിയോടും തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് കളർ സെലക്ട് ചെയ്യും, നല്ല കളർ സെലക്ട് ചെയ്താൽ നിങ്ങളെ എഫേർട്ട് കുറയും. ഓക്കെ, BMW കുറേ എലമെൻറ്റ്സ് നമുക്ക് റീറ്റെയിൻ ചെയ്തതായിട്ട് പുതിയ X1 കാണാം. എന്നാൽ അതിനെല്ലാം തന്നെ പുതിയൊരു ഐഡൻറ്റിറ്റി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഫേസ് വന്നിരിക്കുന്നത് BMW ഗ്രിൽസ് ഇപ്പോൾ വലുതായി തുടങ്ങിയതിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ എക്സോർബിറ്റൻ്റ്ലി വലുതായിട്ടില്ല X1. വന്നിരിക്കുന്ന ഗ്രില്ലാണെങ്കിൽ സ്റ്റാൻഡ് അപ്രൈറ്റ് ആണ്, ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു SUV ക്യാരക്ടർ നല്ലോണം നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ എല്ലാം തന്നെ ഒരു കട്ടിങ് എഡ്ജ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു ഫീൽ കാണാം. ഒരു കുറച്ചുകൂടി ഷാർപ്പറായിട്ടുള്ള എഡ്ജസ് ഉള്ള വെർട്ടിക്കൽ സ്ലാക്സ് വന്നിട്ടുണ്ട്. സാധാരണ BMW ഒരു ഡിസൈൻ ഐഡൻറ്റിറ്റി ആയിരുന്ന ക്ലിഞ്ച് ഉണ്ട്. ആ ഒരു ക്ലിഞ്ച് എല്ലാം ഇവിടെ തന്നെ നമുക്ക് വന്ന പോലെ ഫീലുണ്ട്. അതെല്ലാം ഉണ്ടായിരുന്ന ഭാഗങ്ങൾ മിസ്സായിട്ട് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഈ ഒരു വെർട്ടിക്കൽ സ്ലാക്സും അതുപോലെ തന്നെ താഴെ വന്നിരിക്കുന്ന ഒരു എലമെൻറ്റ്സ് എല്ലാം തന്നെ ഒരു കുറച്ചുകൂടി സ്പോട്ടി ക്യാരക്ടർ നൽകുന്നുണ്ട്. അതിനൊരു കാരണം ഇത് M ബോഡി കിറ്റാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വേരിയൻറ്റിൽ, ഡീസൽ വേരിയൻറ്റിൽ M സ്പോട്ട് ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. ഇനി ഒരു ഹെഡ്ലൈറ്റിൽ വന്നു കഴിഞ്ഞാലും കറോണ റിങ്സ് എല്ലാം മാറി ഈ ഒരു ഷാർപ്പർ എലമെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ഉള്ളത്. അത് എനിക്ക് വീണ്ടും ആ ക്ലിഞ്ചിൻ്റെ ഫീലുള്ളത്. ഇനി ഇതിൽ വന്നിരിക്കുന്ന ആക്റ്റീവ് LED ലൈറ്റാണ്. BMW ലേസർ ലൈറ്റ്സ് ഇപ്പം കൊണ്ടുവരുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. അത് മുമ്പ് ഭയങ്കര ഒരു സെൻസേഷൻ ആണെങ്കിൽ കൂടി LED ലൈറ്റ്സ് തന്നെയാണ് ബെറ്റർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്തായാലും BMW സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്. പിന്നെ ഇവിടെയുള്ള എയർ കട്ട്സ് ആണ്. എയർ കട്ട്സ് എല്ലാം തന്നെ വെറുതെ ഡമ്മി ആയിട്ട് വെച്ചില്ല, ശരിക്കും ഒരു എയർ പോക്കറ്റ് ഉണ്ട്. അതിവിടെ കാണാവുന്ന രീതിയിൽ, അപ്പം എൻ്റെ പേരിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ എയർ കട്ടിങ്സ് ആണ് വരുന്ന രീതിയിലാണ് ഉള്ളത്. ഇനി സൈഡിലൊക്കെ വരുമ്പം കാര്യമായൊരു മാറ്റം BMW വന്നിരുന്ന ആ ഒരു ലൈൻസാണ്. ഷാർപ്പർ ലൈൻസ് മാറിയിട്ടുണ്ട്, കുറച്ച് സോഫ്റ്റ് ലൈനായിട്ടുണ്ട്. അതിനൊരു കാരണം ഈ ഒരു X1 എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ നമ്മൾ 7 സീരീസ് എല്ലാം കണ്ട പോലെ തന്നെ ഐസ് എഞ്ചിനും അതുപോലെ തന്നെ ഇലക്ട്രിക് മോഡലുള്ള വണ്ടികളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം സ്മൂത്തർ ആക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ട്രാക്ക് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വീലാർസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റർ ടോപ്പായിട്ടുള്ള വീലാച്ചാണ്, അതൊരു SUV ക്യാരക്ടർ നിൽക്കുന്നത്. എന്നാൽ ബോൾഡ്നെസ് ആണ് മിസ്സായിട്ടില്ല. ഇവിടെയാണ് ബോഡി കളർ വന്നുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്പോട്ടിയർ അട്രാക്റ്റീവ് ഫീലുണ്ട്. വീലാണെങ്കിലും ഇതിൽ വന്നിരിക്കുന്നത് 18 ഇഞ്ചിൻ്റെ വീലാണ്, 18 ഇഞ്ചിൻ്റെ വീലാണ്. അതും മൾട്ടി സ്പോക്കാണ്. ഈ ടയർ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലാവുണ്ടോ, നല്ല ചളി പിടിച്ചാൽ കാണാൻ പറ്റില്ലേ. എന്തായാലും ഈ ഒരു കളറിലും കോമ്പിനേഷനിലും മാച്ച് ആവുന്ന രീതിയിലുള്ള വീലാണ് വന്നിരിക്കുന്നത്.
എം ബോഡി കിറ്റ് കണ്ടത് എം ലോഗോ ഇവിടെ കാണാം. സൈഡിലേക്ക് വരുമ്പോൾ മറ്റുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് റൂഫ് റെയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലാറ്റായിട്ട് സ്ലോപ്പ് ചെയ്ത് പോകുന്ന റൂഫ് ലൈനാണ്. 1.6 മീറ്ററാണ് ഞാൻ ഹൈറ്റ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ കുറച്ച് ടോളായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ചില എലമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ലൈൻസ് എല്ലാം തന്നെ ഒരു സ്പോട്ടി ലൈനാണ്. അത് ഈ ഒരു എക്സ്പോണ്ടൻ്റ് ആണെങ്കിലും എം ബോഡി കിറ്റിനാണ് എലമെൻ്റായിട്ട് നിൽക്കുന്നത്. മറ്റൊരു കാര്യം ഭയങ്കര ചേഞ്ച് വന്നിട്ടുള്ളത് ലൈന് സ്മൂത്തറായത് പറഞ്ഞു. അതുപോലെ തന്നെ ലൈൻ്റെ കട്ടിങ് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്മൂത്ത് ആയിട്ടുണ്ട്. ആ സ്മൂത്ത്നെസ് ആഡ് ഓൺ ചെയ്യുന്ന രീതിയിലാണ് ഡോർ ഹാൻഡിൽസ് പോപ്പപ്പ് ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറി ഫ്ലാറ്റ് ആയിട്ടുണ്ട്. പല രീതിയിലുള്ള ഡോർ ഹാൻഡിൽസും വരുന്നുണ്ട്. അതുകൊണ്ട് ഫ്ലാറ്റാണ് ഇപ്പോഴത്തെ BMW ഒരു ഐഡൻറ്റിറ്റി. അത് നമുക്കിങ്ങനെ തുറക്കാം. ഈ ഒരു തുറക്കുമ്പോൾ മാത്രം പൊങ്ങി വരുന്ന ഒരു ഹാൻഡിൽ ആയതുകൊണ്ട് തന്നെ അത്രയും ഡ്രാഗ് കോഎഫിഷ്യൻറ്റ് കുറയ്ക്കാൻ പറ്റും. അത് ബേസിക്കലി അത് മീൻ ചെയ്തിട്ടുള്ളത് ഇലക്ട്രിക് മോഡലിനാണ്. ഇലക്ട്രിക് മോഡലിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്മൂത്തറാവും, റേഞ്ചിനെ ഗുണം ചെയ്യും. ഇനി വീണ്ടും തിരിച്ച് നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ക്ലിഞ്ച് ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഡിസൈനിൽ കുറേ മാറ്റം വന്നു. ഈ രീതിയിലായിട്ട് ഷാർപ്പർ കേവായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ക്ലിഞ്ച് നമുക്ക് ഇവിടെ കാണാം. ഇതൊരു BMW പഴയ ഡിസൈൻ ഐഡൻറ്റിറ്റിയാണ്. ഇപ്പോഴും അത് നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ അതിന് കുറേ ട്രാൻസ്ഫോർമേഷൻ വന്നു. പക്ഷേ ഒരു ക്ലിഞ്ചിൻ്റെ ഒരു രൂപം മാറിയത് ഇവിടെ ആണെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ക്ലിഞ്ചസും പല രീതിയിലും കാണാൻ പറ്റുന്നു. അപ്പോൾ അത് നമുക്ക് ഉള്ളിലെല്ലാം നോക്കാം. റിയറിൽ വരുമ്പോൾ ആ വീലാർച്ച് എലമെൻറ്റ് നിലനിർത്തിയിട്ടുണ്ട്. ടെയിലിലേക്ക് വരുമ്പോഴാണ് ഭയങ്കര ഡിഫറൻസ് ഉള്ളത്. റിയർ പോർഷൻ ഭയങ്കര ഒരു സ്പോട്ടിയർ ഒരു കൂപ്പേ ലൈക്ക് SUVസിൻ്റെ ഫീൽ എനിക്ക് തോന്നുന്നത്. സ്ലോപ്പായി വന്ന റൂഫ് ലൈനിൽ ഇവിടെ നമുക്ക് വലിയൊരു തടിച്ചൊരു റൂഫ് സ്പോയിലർ കാണാം. അതിനിവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ ലൈറ്റ് വരുന്നുണ്ട്. മറ്റൊരു എലമെൻറ്റ് നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിന എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഷാർക്ക് ഫിൻ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് പോയി കുറച്ചുകൂടി സ്മൂത്തറായിട്ട് വീണ്ടും എയറോഡൈനമിക്സിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ വലിയൊരു ഗ്ലാസ് പോർഷൻ ഉണ്ട്. എന്തൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ചെറിയ ഗ്ലാസ് ആണെങ്കിൽ കൂടി നമുക്ക് റിയർ വ്യൂ മിററിൽ കാണുന്ന രീതിയിലുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ നിന്ന് പ്രശ്നം തോന്നിയിട്ടില്ല. ടെയിൽ ലൈറ്റ് ആണെങ്കിലും വളരെ ഡിഫറെൻ്റ് ആണ്. കുറച്ചൊരു ഈ ഒരു എലമെൻറ്റിൽ വന്നിരിക്കുന്ന അട്രാക്റ്റീവാണ്. LED ലൈറ്റും ഇലുമിനേറ്റും കാണാൻ പറ്റും. കട്ടിങ് കൊടുത്തതെല്ലാം തന്നെ ഒരു ഷാർപ്പർ ഒരു സ്പോട്ടിയർ ഫീൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു L ഷേപ്പ് ഡിസൈൻ BMW ഐഡൻറ്റിറ്റി അത് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. താഴെ ബമ്പറിലേക്ക് വരുമ്പോഴും സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് പോർഷൻ വല്ലാണ്ട് കാണാൻ പറ്റും. ഈ ഒരു കട്ടിങ്സ് സാധാരണ അവർ കൊടുക്കാറുള്ളത് എക്സോസിന് വേണ്ടി. പക്ഷേ അവിടെ ഡമ്മി ആയിട്ടൊന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല. ഡിഫ്യൂസർ ഫിൻസ് വന്നിട്ടുണ്ട്, അതും അട്രാക്റ്റീവാണ്. എനിവേ ഇത്രയാണ് നമുക്ക് ഡിസൈനിൽ പറയാനുള്ളത്. നമുക്കൊരു കാര്യം കൂടെ നോക്കാം. ഇതിൻ്റെ ബൂട്ട്. ബൂട്ട് തുറന്നു കഴിഞ്ഞാൽ 470 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്. അത് ഇങ്ങനെ തന്നെയുള്ളൊരു കണ്ടീഷനിലാണ് 470 കിട്ടുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പേസ് സേവർ വീലുണ്ട്. എന്തായാലും ഫുൾ സൈസ് വീൽ ഇതിൽ വെക്കാൻ പറ്റില്ല. സ്പേസ് സേവർ ഉണ്ട്, അത്യാവശ്യത്തിന് പറ്റും. ഇനി അതല്ല നമുക്ക് ഇനി സ്പേസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ റിയർ സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റും. 60/48 ആക്ച്വലി ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഈ സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി 1500 ലിറ്ററോളം കൂടി കിട്ടും ബൂട്ട് സ്പേസ്. പക്ഷേ ഫ്ലാറ്റ് ആവുന്നില്ല, സീറ്റ് കുറച്ച് പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത്, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് തന്നെ അത്യാവശ്യം പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ബൂട്ടാണ് X1 വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻറ്റീരിയർ നോക്കാം. X1 ഇൻറ്റീരിയറിൽ വരുമ്പോഴാണ് നമുക്ക് വലിയൊരു ചേഞ്ച് കാണാവുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന X1നേക്കാളും വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ഇൻറ്റീരിയറാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു ഡിസൈനിൽ തന്നെ മാറ്റമുണ്ട്. ബേസിക് BMW ഒരു ക്രൈറ്റീരിയ ഉണ്ട്, ഡ്രൈവേഴ്സ് ഒരു ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡാഷ്ബോർഡ് വേണം. അത് നിലനിർത്തിയിട്ട് ബാക്കി കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് കാണാം. അത് 2 സ്ക്രീൻ ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള കേർവ് സ്ക്രീനായിട്ടാണ് വന്നിരിക്കുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 10.5 ഇഞ്ചാന്ന് തോന്നുന്നു. 2 സ്ക്രീൻ വന്നിട്ടുണ്ട്. 10.5 ആയിരിക്കില്ല, അതിനോട് വലുതായിരിക്കും അല്ലേ? ഓക്കെ, എനിവേ അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക എത്ര എന്നുള്ളത്. എന്തായാലും ഇത്രയും വലിയൊരു സ്ക്രീൻ വന്നു. ഈ സ്ക്രീനിൽ നമുക്ക് മൾട്ടിപ്പിൾ ഫങ്ഷൻസ് എല്ലാം ഉപയോഗിക്കാൻ പറ്റും. ആപ്പിൾ ക്യാപ്ര എല്ലാം തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഐക്കൺസ് എല്ലാം ഇവിടെ നോക്കാം. അതെല്ലാം എളുപ്പം നോക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹോം ബട്ടണിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ഐക്കൺസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതെല്ലാം തന്നെ വളരെ നല്ല ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഒരു ഡ്രോബാക്ക് എനിക്ക് തോന്നിയിരുന്നത്, പക്ഷേ നമ്മൾ ഓടിക്കുന്ന സമയത്ത് എല്ലാം തന്നെ നമ്മൾ ടച്ചായിട്ട് തന്നെ ചെയ്യണം. നേരത്തെ ഉണ്ടായിരുന്ന റോട്ടറി നോബ് ഉണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് BMW ഉണ്ടായിരുന്നു. അത് ഇപ്പം പുതിയ കണക്റ്റഡ് ഡ്രൈവ് സിസ്റ്റത്തിൽ മാറിയിട്ടുണ്ട്. എനിവേ BMW ഒരു കാര്യം എന്താ വെച്ചാൽ BMW വോയിസ് കമാൻഡ് ഇസ് ബെറ്റർ. അപ്പോൾ നമുക്ക് കുറേ ഫങ്ഷൻസ് എല്ലാം വോയിസ് കമാൻഡിൽ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഡ്രൈവിൽ നോക്കാം. എനിവേ ഈ ഒരു സ്ക്രീൻ കഴിഞ്ഞാൽ ബാക്കിലേക്ക് വരുമ്പം സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് ഒരു സ്പോർട്സ് സ്റ്റിയറിംഗ് ആണ്. ഒരു സെൻറ്ററിലുള്ള ആ ഒരു ഹബിൻ്റെ അല്ലെങ്കിൽ ഒരു സെൻറ്ററിലുള്ള പോർഷൻ തന്നെ മാറി, റൗണ്ടെല്ലാം മാറി വേറെ ഷേപ്പ് വന്നത്. ഇവിടെ നമുക്ക് ആ ഒരു ക്ലിഞ്ച് ഡിസൈൻ കാണാൻ പറ്റുന്ന ഒരു അട്രാക്റ്റീവാണ്. ഇവിടെ വന്നിരിക്കുന്ന BMW എലമെൻറ്റ്സ് നല്ല അട്രാക്റ്റീവാണ്.
പിന്നെ പെഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. ഇതിലൊരു ബൂസ്റ്റ് എന്നുള്ള സംഗതി കാണാം. അത് നമ്മൾ പിന്നീട് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. എന്തായാലും സ്റ്റിയറിംഗ് നല്ലൊരു ടിപ്പിക്കൽ BMW M സ്റ്റിയറിംഗ് തന്നെയാണ്. നല്ല ഹോൾഡും കാര്യം കിട്ടുന്ന രീതിയിലുള്ള ടോപ്പിലെല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ലെതർ ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ഫിനിഷ് വന്നത്. ലെതർ, അതുപോലെ തന്നെ ബ്രഷ്ഡ് അലുമിനിയം, പിന്നെ അതുപോലെ തന്നെ ഒരു മെറ്റൽ ഗ്രാഫിക് ഉള്ള രീതിയിലുള്ള ട്രിമ്മാണ് ഈ ഒരു വണ്ടിയിലുള്ളത്. അതെല്ലാം തന്നെ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട്. ഇവിടെ താഴേക്ക് വരുമ്പോഴുള്ള പ്ലാസ്റ്റിക്സിൽ മാത്രം കുറച്ചൊരു ക്വാളിറ്റി മോശമില്ല, കുറച്ചൊരു പ്ലാസ്റ്റിക് ഫീൽ ഉണ്ട്. ക്വാളിറ്റി മോശം എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷേ പ്ലാസ്റ്റിക് ഫീൽ ഉണ്ട്. അത് ഇവിടുത്തെ ഒരു എലമെൻറ്റിലും ഉണ്ട് എന്ന് കാണാം. ബാക്കി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ഡ്രീവോക്കുള്ള ഒരു എയർ വെൻ്റാണ്. ഇവിടെ ഈ ഒരു എയർ വെൻ്റ് മാത്രം കാണാം. ഇവിടെ 2 എയർ വെൻ്റും ഉണ്ട്. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാസഞ്ചറിനും റിയറിലേക്കെല്ലാം പോകുന്ന ഒരു എയർ വെൻ്റ്. ഇവിടെ ഉണ്ടായിരുന്ന 2 എയർ വെൻ്റ് ഒരു ഭാഗം ഇങ്ങോട്ട് കയറി, ഇത് ആ സൈഡിലുള്ള എയർ വെൻ്റാണ്. ഈ ഒരു എയർ വെൻ്റ് ഡ്രൈവറിന് മാത്രമല്ല, അത് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ എയർ വെൻ്റ് വരുന്നുണ്ട്. പക്ഷേ ഒരു എയർ വെൻ്റ് ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ബട്ടൺസ് ഇല്ല. അതിൻ്റെ ബ്ലോവർ സ്പീഡോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ടെമ്പറേച്ചറിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതെല്ലാം തന്നെ ടച്ച് ഫംഗ്ഷനിലാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഇവിടെ ടച്ചിൽ തന്നിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ക്ലൈമറ്റ് ഇനി എടുത്തു കഴിഞ്ഞാലാണ് ഫാൻ്റെ സ്പീഡ് കുറയ്ക്കാനും കൂട്ടാൻ പറ്റും. ബാലൻസ് എല്ലാം ഇവിടെ വന്നിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് നമ്മുടെ ശ്രദ്ധ അതിലേക്ക് മാറുന്ന രീതിയിലാണ് വരുന്നത്. പക്ഷേ ഇത് നമുക്ക് വോയിസിലും കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്നാൽ വോയിസ് യൂസ് ചെയ്ത് പരിചയമില്ലാത്തവർക്ക് അതൊരു ഡ്രോബാക്കായി നിൽക്കും. ഈ സെൻട്രൽ കൺസോളിൽ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് സെൻട്രൽ കൺസോളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എലമെൻറ്റ് എന്ന് ഇവിടെ ഫോൺ നമുക്ക് ഇങ്ങനെ വെക്കാം. ഇത് ഇവിടെ ഒരു ഹോൾഡർ ഉണ്ട്. ഫോൺ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്ഷൻ ചാർജിങ്ങും ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പലർക്കും നമുക്ക് കാണാവുന്ന കാര്യം മെസ്സേജും കാര്യമെല്ലാം നോക്കുകയാണെങ്കിൽ ഫോൺ നമ്മൾ കുത്തനെ വെക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പം ഗൂഗിൾ മാപ്പ് ഫോൺ നമ്മൾ ഇതിൽ കണക്ട് ചെയ്തില്ലേ നോക്കണമെങ്കിൽ എല്ലാത്തിനും ഈ ഒരു പൊസിഷൻ നല്ലതാണ്. പിന്നെ ഫോൺ കിടന്ന് വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയി തോന്നിയില്ല ഇങ്ങനെ കാണുന്ന ഒരു പൊസിഷനിൽ വെക്കുന്ന 2 കപ്പ് ഹോൾഡർ ഉണ്ട്. കീ ഇങ്ങനെയാണ് വരുന്നത്. കീ കുറച്ചൊരു സ്പോട്ടിയർ കീ ആയിട്ടുണ്ട്. അതും അട്രാക്റ്റീവ് ആണ്. BMW ഒരു M ഡിസൈൻ എലമെൻറ്റ് നമുക്ക് ഇവിടെ കാണാം. കീയിൽ ഇവിടെ 2 USB-C ചാർജേഴ്സ് ഇവിടെ വരുന്നുണ്ട്. C ചാർജേഴ്സ് ഇവിടെ 2 കാണാം. അതുപോലെ തന്നെ നമുക്ക് 12 വോൾട്ടിൻ്റെ ചാർജിങ് ഇവിടെ ചെയ്യാൻ പറ്റും. സെൻറ്റർ കൺസോൾ കംപ്ലീറ്റ്ലി മാറി. ഇതൊരു ഇവരുടെ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു ഐലൻഡായിട്ട് നിൽക്കുന്ന സെൻട്രൽ കൺസോളും സെപ്പറേറ്റ് ആയി നിൽക്കുന്ന ഒരു പോർഷനുള്ളത്. ഇവിടെ ശരിക്കും ഒരു പില്ലർ വരുന്നുണ്ട്. അത് ഒരു റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിക്ക് ഇവിടെയാണ് വരിക, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിക്ക് ഇവിടെ വരുന്നത്. പക്ഷേ ഒരു സംഗതി ഇവർ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിക്കുള്ള മാറ്റിയില്ല. സാധാരണ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിൻ്റെ സൗകര്യത്തിന് ഇവിടുന്ന് ഡ്രൈവറിന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു ഗ്ലോ ബോക്സ് വരുന്നത്. അവിടെ നിന്ന് തുറക്കാവുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ഡ്രൈവറിന് ഇതിങ്ങനെ കുറച്ച് ഓക്കോടെ നമുക്ക് ഫുള്ള് മറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഇവിടുന്ന് അങ്ങോട്ട് തുറക്കണമായിരുന്നു. ഇവിടെയാണ് ബാക്കിയുള്ള കൺട്രോൾസ് വരുന്നത്. ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ കാണാം. അത് കഴിഞ്ഞിട്ട് ഗിയർ ലിവർ ഇങ്ങനെയാണ് വന്നിരിക്കുക. ഇത് ചെറിയൊരു രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലെ അജാസ് വണ്ടി എടുക്കുന്ന സമയത്ത് കൊണ്ട് ഗിയർ തപ്പുന്നതായിട്ട് കുറച്ച് നേരം കണ്ട്. ബേസിക്കലി ഇവിടെ ഗിയർ ലിവർ ഉണ്ടെന്നുള്ള മനസ്സിലായില്ലേ. പക്ഷേ ഇത് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ് യൂസ് ചെയ്യാൻ. ഇങ്ങനെ താത്തി കഴിഞ്ഞാൽ ഡ്രൈവും മേലേക്ക് റിവേഴ്സാണ്, ന്യൂട്രും വരുന്നത്. ബട്ട് വേറെ കാര്യമുണ്ട്, P ബട്ടണായിട്ട് വേറെ ഇല്ല, പാർക്ക് ബട്ടണായിട്ട് ഒറ്റ ബട്ടണുള്ള. അപ്പോൾ പാർക്ക് ബ്രേക്കിൻ്റെ ബട്ടണും അതുപോലെ തന്നെ പാർക്ക് പൊസിഷനിലേക്ക് ഇടാനുള്ളതും ഒറ്റ ബട്ടണിൽ വരുന്നത്. ഓട്ടോ ഹോൾഡും അതുപോലെ തന്നെ റൈഡ് കൺട്രോളും മൈ മോഡ് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് മോഡ്സിൽ കൺട്രോൾ ചെയ്യുന്ന ബട്ടണ്. അതുപോലെ തന്നെ ഈസിലി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു വോയിസ് കൺട്രോളുള്ള പഞ്ചാബി ബട്ടൺ എനിക്ക് വേണ്ട. അപ്പോൾ നമുക്കത് പെട്ടെന്ന് നമുക്ക് മ്യൂട്ട് ആക്കണമെങ്കിലുള്ള ഗുണം ഇവിടുന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. എന്നാൽ മ്യൂട്ട് ബട്ടൺ ഇവിടെ മിസ്സിംഗ് ആണ്. സ്റ്റിയറിംഗ് ബട്ടണിൽ മുമ്പ് ഉണ്ടായിരുന്ന ബട്ടണിൽ മ്യൂട്ട് ബട്ടൺ ഇപ്പം മിസ്സിംഗ് ആണ്. ബാക്കി എല്ലാ കൺട്രോൾ സെയിം ആണ്. ഈ ഒരു ഐലൻഡായി നിൽക്കുന്നതുകൊണ്ടൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഹാൻഡ് റെസ്റ്റിന് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു ഡോർ പാനലിലെ ഒരു ഹാൻഡ് റെസ്റ്റും ഇതും ഒരേ ഹൈറ്റ് വരുന്നത് ശരിക്കും നമുക്ക് നല്ല കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ സീറ്റ് വണ്ടി വലുതാകുന്ന കൂടെ തന്നെ സ്പേസ് കൂടിയ പോലെ തന്നെ ഇൻറ്റീരിയറിൽ സീറ്റിൻ്റെ സൈസും കൂടിയിട്ടുണ്ട്. അത് നല്ല കംഫർട്ടബിളാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഡിസൈൻ ഇത് M ഡിസൈൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു സ്റ്റിച്ചിങ് എല്ലാം ഡിഫറെൻ്റ് ആണ്. പക്ഷേ ബോഡിയിൽ നല്ല ഹോൾഡിങ്, ഈ ഒരു സപ്പോർട്ട് ഇവിടെ ഷോൾഡർ വരെ കിട്ടുന്ന രീതിയിൽ നല്ല സീറ്റാണ്. ഹെഡ് റെസ്റ്റ് നല്ല സപ്പോർട്ടീവാണ്. നമുക്ക് തൈ സപ്പോർട്ട് ഇവിടെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം. 2 സീറ്റിന് പറ്റുന്ന രീതിയിലുള്ള ഇതൊക്കെ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം. ഹീറ്റിങ്ങും കൂളിങ്ങും ഇല്ല സീറ്റിൽ. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യമുള്ളത് മസാജാണ്. 2 ഫ്രണ്ട് സീറ്റിന് നമുക്ക് മസാജ് കിട്ടും. അത് 3 ലെവലിലും 3 ഇൻറ്റൻസിറ്റിയിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആക്കാൻ പറ്റുന്ന മസാജുകൾ. ഫ്രണ്ട് സീറ്റ്സ് സോർട്ടഡ് ആണ്. റിയർ സീറ്റിനെ കുറിച്ച് റിയറിൽ പറയാം. പിന്നെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് പറയാനുള്ള മറ്റൊരു കാര്യം, ഹാർമൻ കാർഡിൻ്റെ 12 സ്പീക്കർ സൗണ്ട് സിസ്റ്റം വന്നിട്ടുണ്ട്. അതും നല്ലൊരു ഡീസൻറ്റ് സൗണ്ട് സിസ്റ്റമാണ്. പിന്നെ വലിയൊരു പാനോറമിക് സൺറൂഫ് നമുക്കിവിടെ തുറന്നു കഴിഞ്ഞാൽ കാണാം. അതും ത്രൂ ഔട്ട് റിയർ പോർഷൻ വരെ നിൽക്കുന്നുണ്ട്. അത് റിയർ പാസഞ്ചറും ശരിക്കും കംഫർട്ടബിളായിട്ട് ഇരിക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാനോറമിക് സൺറൂഫും ഇതിൽ വന്നിട്ടുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇതിൻ്റെ ഇൻറ്റീരിയർ കളർ ചോയ്സാണ്.
നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ കളറാണ് ഈ ഒരു സീറ്റിന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലാക്കും ഒരു ബർഗണ്ടി ഒരു മിക്സ് ആവുന്ന രീതിയിലുള്ളൊരു കോഫി ബ്രൗൺ. അപ്പോൾ അത് ഇവിടുന്ന് കാണുന്ന ഒരു ബർഗണ്ടി ഫീലുള്ളത്, എന്നാലും ബ്രൗൺ ആയിട്ട് നിൽക്കുന്നതും പിന്നെ ഈ ഒരു ബ്രഷ്ഡ് അലുമിനിയം കൂടെ ചേരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്, പ്രാക്ടിക്കൽ കോമ്പിനേഷനാണ്. ചിലപ്പോൾ ഐ അപ്പീലിംഗ് ആവില്ല ചിലർക്ക്, കുറച്ചുകൂടി ബ്രൈറ്റർ കളർ വേണമെന്നുള്ളവർക്ക് ഈ ഒരു കളർ അപ്പീലിംഗ് ആണ്. പക്ഷേ പ്രാക്ടിക്കലാണ്, പെട്ടെന്ന് അഴുക്ക് പിടിക്കുകയോ അല്ലെങ്കിൽ തന്നെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു കളറാണ്. അതുകൊണ്ട് തന്നെ എനിക്കത് ഇഷ്ടമായി. എനിക്ക് ഈ ഡാർക്ക് കളേഴ്സ് ഇൻറ്റീരിയർ ഇഷ്ടമാണ്. അങ്ങനെ നോക്കുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു കൊക്കൂൺ ഫീൽ കിട്ടുന്ന മാതിരിയാണ്. മറ്റേ ലൈറ്റ് കളറാകുമ്പോൾ കുറച്ചുകൂടി വിശാലത തോന്നും. പക്ഷേ എനിക്ക് എപ്പോഴും വണ്ടി നമ്മൾ ഒതുങ്ങി നമ്മൾ കൂടെ നിൽക്കുന്നൊരു ഫീല് പ്രത്യേകിച്ച് ചെറിയ വണ്ടികളിൽ എനിക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിവിടെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് റിയർ സീറ്റ് നോക്കാം. റിയറിലേക്ക് വളരെ സുഖമായിട്ട് കയറാൻ പറ്റുന്നുണ്ട്. വലിയ ഡോറാണ്, കുറച്ച് ഹൈറ്റിലാണ് റിയർ സീറ്റ് ഇരിക്കുന്നത്. അഡ്രസ്സ് ഒന്ന് കുറച്ച് പൊക്കി വെച്ചാൽ എൻ്റെ ഷോൾഡറിന് തട്ടില്ല. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ ഒരു കംഫർട്ടബിൾ സീറ്റിംഗ് പൊസിഷനാണ്. കുറച്ച് പൊങ്ങിയിട്ടിരിക്കുന്നത് ഡ്രൈവർ ഒരു തടസ്സം നമുക്കില്ല. പുറത്തേക്കുള്ള വ്യൂ നല്ലതാണ്. സിൽ ലെവൽ കുറച്ച് കയറി പോകുന്നുണ്ടെങ്കിലും നമുക്കൊന്നും ഹൈറ്റിന് പ്രശ്നമില്ല. ചിലപ്പോൾ ചെറിയ കുട്ടികൾക്ക് സില്ല് കുറച്ച് പൊങ്ങി നിൽക്കാം. ഈ ഒരു ഗ്ലാസ് വലിയൊരു ഗ്ലാസ് കൊണ്ട് തന്നെ പുറത്തേക്ക് വ്യൂ ഉണ്ട്. ഇവിടുത്തെ ഈ ഒരു കോട്ട ഗ്ലാസിൻ്റെ ഒരു പോർഷനും കൂടെ ഇവിടെ നിന്ന് ഓപ്പണായി കാണുന്നതുകൊണ്ട് ഒരിക്കലും ഒരു ക്ലോസ്ട്രോഫോബിക് ഫീലില്ല. ഇൻ അഡീഷൻ നമുക്ക് പാനോറമിക് സൺറൂഫ് ഉണ്ട്. ഇനി സീറ്റ് നല്ല സപ്പോർട്ടീവ് സീറ്റാണ് നമ്മൾ റിക്ലൈൻ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് റിക്ലൈനേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പൊസിഷൻ മുതൽ ഈ ഒരു പൊസിഷൻ വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് രണ്ട് തരത്തിലുള്ള നമുക്ക് കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റും. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവരും ഇങ്ങനെ തന്നെ ഉപയോഗിക്കലുണ്ടാവുള്ളൂ. പക്ഷേ വലിയ ഒരു സാധനം ബോട്ടിലുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്പേസ് വേണമെങ്കിൽ ഇത്രയും സ്പേസ് നമുക്ക് കുറച്ചുകൂടി വയ്ക്കാൻ പറ്റും. ഇതിൻ്റെ പുറമെ നമ്മൾ ഫ്രണ്ടിലേക്ക് സീറ്റ് ഇത്ര മൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബൂട്ട് സ്പേസ് എന്തായാലും കൂടി കിട്ടും. നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന പൊസിഷനാണെങ്കിൽ നമ്മൾ ഇത്രയും സ്പേസ് കൂട്ടാൻ പറ്റുമെന്നും വേണമെങ്കിൽ പറയാം. എന്തായാലും നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ കാല് നോക്കുമ്പോൾ ഫുട്ട് റെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും കാല് ഉള്ളോട്ട് വയ്ക്കാവുന്ന രീതി കട്ട് ചെയ്തിട്ട് സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ചെറിയൊരു ട്രാൻസ്മിഷൻ ടണൽ ഇവിടെ വരുന്നുണ്ട്. അത് മാറ്റിക്കഴിഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫുട്ട് വെല്ലും ഉണ്ട്. ആക്ച്വലി രണ്ട് വലിയവർക്കും ഒരു കുട്ടികൾക്ക് ഇരിക്കാനായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അത്യാവശ്യം ഘട്ടത്തിൽ 3 പേർക്ക് ഇരിക്കണം, ഇരുന്ന് പോകാൻ രീതിയിലുള്ള സ്പേസ് ഉണ്ട്. ബാക്കിൽ 2 USB-C ചാർജറുണ്ട്. വെർട്ടിക്കലായിട്ടുള്ള എയർ വെൻറ്റ് കാണാം, പക്ഷേ എയർ കൺട്രോളില്ല. ഇവിടെയും ചെറിയൊരു സ്പേസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഫോൺ ചാർജ് ചെയ്യാൻ വെക്കണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ 2 നെറ്റ് 2 സൈഡിലുണ്ട്, അങ്ങനെ വെക്കാം. എന്തായാലും ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഡാർക്ക് കളർ ഇൻറ്റീരിയർ ആയതുകൊണ്ട് പ്രാക്ടിക്കലാണ്. എന്നാൽ റിയർ സീറ്റിൻ്റെ കുഷനിങ് ഫ്രണ്ടിനേക്കാളും കുറച്ചൊരു ഫേമറാണ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ എനിക്ക് തോന്നില്ല. ബാക്കിയെല്ലാം കൊണ്ട് തന്നെ ഇറ്റ്സ് എ വെരി ഗുഡ് ഇൻറ്റീരിയർ. ഇന്ത്യയിൽ BMW X1 2 എഞ്ചിൻ ഓപ്ഷൻസ് ഉള്ളത്. ഒന്ന് വന്നിരിക്കുന്നത് പെട്രോളും ഒന്ന് ഡീസലാണ്. പെട്രോൾ 1.5 ലിറ്ററിൻ്റെ പെട്രോളാണ്, 136 bhpയും 230 Nm ടോർക്കാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ ഡീസലാണ്. 2 ലിറ്ററാണ്. 2 ലിറ്റർ ആണെങ്കിലും 150 PS അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന 360 Nm ടോർക്കുമാണ്. 2 എഞ്ചിനും ഗിയർ ബോക്സ് ഉള്ളത് 8 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, മുമ്പത്തെ ഡീസലിനേക്കാളും പവർ ആക്ച്വലി കുറഞ്ഞിട്ടുള്ളതാണ് പുതിയത് വന്നിരിക്കുന്നത്. നേരത്തെ 190 ഇപ്പോൾ 150 ഉള്ളൂ. രണ്ടാമത്തെ കാര്യമുള്ളത്, ഇതിൽ എക്സ് ഡ്രൈവ് എന്ന് പറയുന്ന ഇവരുടെ BMW 4 വീൽ ഡ്രൈവ് സിസ്റ്റം വരുന്നിട്ടില്ല. ഇതിപ്പോൾ ഫ്രണ്ട് വീൽ ഡ്രൈവ് മാത്രമാണ് X1 ഉള്ളത്. ഈ 2 ആസ്പെക്ട്സ് ഉണ്ട്. പക്ഷേ BMW ആണ്. BMW എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഡ്രൈവിങ്ങിൽ നമ്മളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഡ്രൈവിലൂടെ നോക്കാം. സോ ജോയിൻ മീ ഫോർ ദ ഡ്രൈവ്. Hello BMW, reduce fan speed. I will reduce the blower output for the front seats. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. BMW വോയിസ് കമാൻഡ് അത്യാവശ്യം ഭയങ്കര ഇൻഡ്യൂസീവായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബട്ടൻ്റെ മിസ്സിങ് എല്ലാം തന്നെ നമുക്ക് ഓവർകം ചെയ്യാം. സോ ഹാവിങ് സെഡ് ദാറ്റ് നമ്മൾ ഡ്രൈവിലേക്കാണ് വന്നിരിക്കുന്നത്. ഡ്രൈവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേ ഇന്നർ റോഡ്സിലായിരുന്നു ഓടിച്ചിരുന്നത്. നമ്മുടെ ട്രാക്കിംഗ് ഷോട്ട്സ് കണ്ടാൽ കാണാൻ പറ്റും. നമ്മൾ ചെറിയ റോഡിലെല്ലാം കുറേ ഓടിച്ചിരുന്നു. ചെറിയ റോഡിൽ ഓടിച്ച് ഇപ്പോൾ ഹൈവേയിലേക്ക് കയറി. ഇതിപ്പം ജയ്പൂർ ഡൽഹി ഹൈവേ ആണ്. ഞാനീ പറയാൻ കാരണം വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതി, പ്രത്യേകിച്ച് BMW X1 എല്ലാം വാങ്ങുന്ന കസ്റ്റമേഴ്സ്
ഈ ഒരു കോൺട്രാസ്റ്റിലായിരിക്കും വണ്ടി ഉപയോഗിക്കുക. ഒന്ന് ഹൈവേ, ഒന്ന് നമ്മുടെ സാധാരണ സിറ്റി റോഡ്സ്. നമ്മുടെ നാട്ടിൽ ബെറ്റർ റോഡ്സ് ഉണ്ട്, സ്വാഭാവികമായിട്ടും നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഇവിടെയുള്ള ഇന്നർ റോഡ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലും പിന്നെ ബോംബെ എല്ലാം പോയി കഴിഞ്ഞാലും മെയിൻ റോഡ് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യം പവറിനേക്കാളും സസ്പെൻഷൻ കാര്യങ്ങളാണ്. നമുക്ക് അതിൽ തുടങ്ങാം. ബേസിക്കലി സസ്പെൻഷൻ ഈസ് ലൈക്ക് ഗുഡ്, നല്ലൊരു റിഫൈൻമെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കംഫർട്ടബിളാണ്. നേരത്തെ എല്ലാം BMW ഉണ്ടായിരുന്ന, എസ്പെഷ്യലി X1 ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഭയങ്കര ഹാർഷായിട്ടുള്ള സസ്പെൻഷനായിരുന്നു. ഹാർഷും ഹാർഡും കുറച്ച് വ്യത്യാസമുണ്ട്. ഹാർഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫായിരിക്കും, ഹാർഡായിരിക്കുള്ള ഫീൽ ഉണ്ടാവും. പക്ഷേ ഹാർഷ്നെസ് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഡാമ്പൽ അറിഞ്ഞ് നമ്മുടെ നെഞ്ചത്ത് കുത്തുന്ന രീതിയിലുള്ള ഫീൽ ഉണ്ടാവും. അപ്പോൾ ആ ഫീലായിരുന്നു എനിക്ക് കൂടുതൽ എഫക്റ്റ് ചെയ്തിരുന്നത്. ഹാർഡാവാം, സസ്പെൻഷൻ ഹാർഡായി ഹാർഷ് ഇല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഓടിക്കുമ്പം അത് എൻജോയ് ചെയ്യാൻ പറ്റും. ഹാർഡും ഹാർഷും കൂടെ ആകുമ്പോഴുള്ള പ്രശ്നമുണ്ട്. പക്ഷേ കഴിഞ്ഞ ജനറേഷനിലെല്ലാം കുറേ സോർട്ടഡ് ആയിരുന്നു. ആദ്യ കാലത്തുള്ള പ്രശ്നമാണ് പറഞ്ഞത്. ഇപ്രാവശ്യം അത് സോർട്ടഡ് ആണ്, ഹാർഡല്ല, ഹാർഷും അല്ല, നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള സസ്പെൻഷൻ. സോഫ്റ്റ് ഒന്നും പറയുന്നില്ല, സ്മൂത്താണ്. എന്നാൽ അതിലൊരു സ്മൂത്ത്നെസ് പറയുമ്പം അൾട്രാ സ്മൂത്ത് ആണോ എന്ന് വെച്ചാൽ അതുമല്ല. ഇതിനേക്കാളും സ്മൂത്ത് ആയിട്ടുള്ള സസ്പെൻഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് Q3 ആണ്. എന്തായാലും മോശമൊന്നും പറയില്ല, നമുക്ക് കിട്ടാവുന്ന റോഡുകളിൽ കിട്ടുന്ന എല്ലാം തന്നെ കംഫർട്ടബിളി പോകാവുന്ന രീതിയിലാണ് ഈ സസ്പെൻഷൻ ഉള്ളത്. എന്നെ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ BMW ഒരു എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഒരു ഡ്രൈവിംഗ് ഡൈനാമിക്സ് എൻജോയ് ചെയ്യണമെങ്കിൽ ഈ സസ്പെൻഷൻ അതിന് ട്യൂൺഡ് ആണ്. അതാണ് ഇതിലൊരു അഡ്വാൻറ്റേജ് ഉള്ളത്. ഇപ്പം ഇപ്പോൾ എവിടെയെങ്കിലും നമുക്ക് കുറച്ചൊരു കംഫർട്ട് എലമെൻറ്റ് കുറയുന്നുണ്ടെങ്കിൽ അത് മേക്കപ്പ് ആവുന്ന രീതിയിലുള്ള ഡ്രൈവിംഗ് ഡൈനാമിക്സ് ആണല്ലോ. ഇപ്പം നമ്മളിപ്പം ഹൈവേയിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് നല്ല സ്പീഡ് ടേണിലെടുക്കുമ്പോഴും സ്റ്റേബിളാണ്. അതേസമയത്ത് നമ്മൾ നേരത്തെ ഉള്ള പോലെ ചെറിയ റോഡ്, പാർക്കിംഗ് ലോട്ടിലെല്ലാം കുറച്ചൊന്ന് സ്പീഡായിട്ട് ഓടിക്കുമ്പോഴും ഫുൾ കൺട്രോൾ കിട്ടുന്ന രീതിയിലാണ്. ഇത് ശരിക്കും ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് 4 വീൽ ഡ്രൈവ് ഇല്ല, റിയർ വീൽ ഡ്രൈവും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടിക്ക് എപ്പോഴും നമുക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം അണ്ടർസ്റ്റെയർ ആണ്. വണ്ടി ടേൺ ചെയ്യുമ്പോൾ നമുക്ക് തെന്നിപ്പോകുന്ന, അതിങ്ങനെ തെന്നിപ്പോവുക എന്നുള്ള, ടേൺ ഫുള്ളാകുമ്പോൾ അവിടെ ടയറിൽ മൊമെൻറ്റം വരുമ്പോൾ നമുക്ക് ഫുള്ള് ഗ്രിപ്പ് കിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നമ്മളിപ്പോൾ ചെയ്ത ഒരു ഡ്രൈവും ഹാർഷ് ഡ്രൈവിലെല്ലാം തന്നെ ഒരു തരത്തിലും നമുക്കൊരു അണ്ടർസ്റ്റെയർ ഇല്ല, ഫുൾ കൺട്രോൾ കിട്ടുന്ന രീതിയിലല്ല. എന്നാലോ നമുക്ക് ആ BMW ഒരു റിയർ വീൽ ഡ്രൈവിൻ്റെ ഒരു എലമെൻറ്റ് എവിടെ മിസ്സിങ് ആണ്. ബട്ട് നമ്മൾ അധികം കസ്റ്റമേഴ്സും ഈ ഒരു വണ്ടി വാങ്ങുന്നവരും തന്നെ ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും അധികം നോക്കുന്നില്ല. കാരണം കുറേ ഇന്ത്യ തന്നെ അങ്ങനത്തെ വണ്ടികൾ നോക്കുന്ന ആൾക്കാരെല്ലാം മൈഗ്രേറ്റ് ചെയ്ത് പോയി. കുറച്ചൊക്കെ ബൈങ് കപ്പാസിറ്റിയിലും കൂടി M340 പോലുള്ള വണ്ടികളിലേക്ക് എത്തിയതുകൊണ്ട് നമുക്കതൊരു മിസ്സിങ് അല്ല. ഈ ഒരു വണ്ടി വാങ്ങുന്ന ആൾക്കാരെന്ന് പറയുന്നത് കൂടുതൽ പ്രൊഫഷണൽസും അതുപോലെ തന്നെ സിറ്റി കമ്മ്യൂട്ടും എല്ലാം ചെയ്യുന്ന ആളുകൾക്ക് ഇത് ക്വൈറ്റ് സഫീഷ്യൻറ്റ്. ഈ ഒരു എഞ്ചിനും ഈ ഒരു ഗിയർ ബോക്സും ഈ ഒരു സസ്പെൻഷനും മതി. ഞാൻ നേരത്തെ പറഞ്ഞു ഡീസൽ എഞ്ചിൻ്റെ പവർ കുറഞ്ഞിട്ടുണ്ട്. ഓൺ നമ്പേഴ്സ് എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ 190 PS ഉള്ള എഞ്ചിനാണ് ഇപ്പോൾ 160 ഉണ്ട്. പക്ഷേ പവർ നമുക്ക് അത്യാവശ്യം നല്ല റിസർവായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം പവർഫുള്ളായിട്ട് ഓടിക്കാം. എഞ്ചിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പെട്രോൾ വണ്ടിയാണെന്നുള്ള രീതിയിലുള്ള ഫീലാണ് എനിക്ക് ലഭിക്കുന്നത്. പെട്രോളും ചെറിയ എഞ്ചിൻസിന് വലിയ റിഫൈൻമെൻറ്റ് ഉണ്ടാവില്ല, പക്ഷേ അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബൂസ്റ്റ് മോഡ്, അതാണ് ഇവിടെയുള്ള ഒരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ നമ്മൾ നോർമൽ മോഡിൽ പോകുമ്പോൾ ബൂസ്റ്റ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ, അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡിലേക്ക് ജമ്പ് ചെയ്ത് സ്പോർട്ട് മോഡിൽ പോയി നമുക്ക് പെർഫോമൻസ് കൂട്ടാൻ പറ്റും. അതാണ് ഇതിലൊരു ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്ന ഒരു കാര്യം. കാരണം പെട്ടെന്ന് നമുക്കൊരു ഓവർടേക്ക് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്നൊരു പവർ വേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ചാടിക്കയറി സ്പോർട്ട് മോഡിലൊക്കെ ഒന്നും പോകേണ്ട കാര്യമില്ല. ബൂസ്റ്റ് മോഡ് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഒന്ന് അമർത്തി പിടിക്കണം. പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് സ്പോർട്ട് മോഡിലേക്ക് പോയിട്ട് ഇവിടെ ഡയലെല്ലാം മാറും, റെഡ് കളറായി സ്പോർട്ട് മോഡിലേക്ക് പോയി ആ സ്പീഡും കാര്യവും വന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റിസർവ് ആയി നിൽക്കുന്ന പവർ നമുക്ക് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു 30 bhp അല്ലെങ്കിൽ 30 PS കുറയുന്നതുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാതിരിക്കാനുള്ള ഒരു മോഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൈ മോഡ്സിൽ പോയി കഴിഞ്ഞാൽ പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള മോഡും അതുപോലെ തന്നെ സ്പോർട്ട് മോഡിൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ കാണാം പേഴ്സണൽ, സ്പോർട്ട്, എഫിഷ്യൻ്റ് എന്നുള്ളത്. അപ്പം നമ്മളിത് ഇപ്പം നമുക്കിവിടെ ടച്ച് ചെയ്തിട്ട് സ്പോർട്ട് എടുത്ത് കഴിഞ്ഞാൽ അവിടെ ക്യാരക്ടേഴ്സ് മുള്ളും മാറും. ഫുള്ള് പിന്നെ റെഡ് കളറായി, ഇവിടെ ഡയൽ മാറി. ഇപ്പം എന്താ പവർ ഫുൾ ത്രോട്ടറിൽ കിട്ടുന്ന ആ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഇനി നമ്മൾ മാറിയിട്ട് എഫിഷ്യൻറ്റിലേക്ക് പോയാൽ അപ്പം എഫിഷ്യൻ്റായി, ബ്ലൂ ആയി, പവർ കണ്ടില്ല, കൊടുത്തു കഴിയുമ്പോൾ ലീനിയർ പവറേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ എക്സ്പ്രസീവ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡായി കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ മാറി. ഈ ഒരു എക്സ്പ്രസീവ് മോഡിൽ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ i7 ഞാൻ കണ്ടിരുന്ന ഒരു ഫീച്ചറാണ്. അതിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു കളർ കോമ്പിനേഷൻ വരുമ്പോൾ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ മ്യൂസിക് ഒന്ന് റിലാക്സ് മ്യൂസിക്കായി. അതിൻ്റെ പുറമെ എൻ്റെ ബാക്കിൽ ഇവിടെ മസാജ് നടക്കുന്നുണ്ട്. മ്യൂസിക് ഇതിൽ വരുന്നില്ല, പക്ഷേ ഇതിൽ ബാക്കിൽ മസാജ് ഓൺ ആവുന്നുണ്ട്.
അപ്പോൾ എക്സ്പ്രസീവ് മോഡായിരിക്കും എനിക്ക് തോന്നുന്നൊരു ടയേർഡായിട്ട് ഓഫീസെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്കെല്ലാം പോകുമ്പോൾ ഏറ്റവും നല്ലൊരു മോഡ്. നമ്മളൊന്ന് റിലാക്സായി വീട്ടിലെത്തുമ്പോഴേക്ക് വീട്ടിലുള്ളവർക്ക് വേണ്ടി ഫ്രഷ് ആയിട്ട് എന്ന രീതിയിൽ ഈ ഒരു മോഡിലാണ് എനിക്ക് തോന്നുന്നു ഒരു പ്രീമിയം എലമെൻറ്റ് വന്നിരിക്കുന്നത്. സോ ഇത്രയും എലമെൻ്റ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു മോഡിലും നമുക്ക് വേണമെങ്കിൽ ബൂസ്റ്റ് മോഡ് ഓണാക്കാം. നമ്മൾ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഷിഫ്റ്റ് ആയി കേട്ടോ. റെഡ് ഇപ്പം ഞാൻ ബൂസ്റ്റ് മോഡ് ഓണാക്കാതെ ഡ്രൈവ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പിൽ ഫുള്ള് വണ്ടികളാണ്. ഇവിടെ റെഡ് കളറായി മാറി ഡയലിന് മാറുന്ന സ്പോർട്ട് മോഡായി എന്നുള്ള ഒരു കാണിക്കുന്നത്. 10 സെക്കൻഡ് കൗണ്ട് ഡൗൺ കഴിഞ്ഞാൽ വീണ്ടും എക്സ്പ്രസീവ് മോഡിലേക്ക് വന്നു. മസാജെല്ലാം അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കംഫർട്ട് എലമെൻറ്റ് ശരിക്കും വലിയൊരു ഫാക്ടറാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഇതെല്ലാം ആദ്യമായിട്ടാണ് വരുന്നത്. ഈ ഒരു സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, മെർസിഡീസ് GLA, Audi Q3, അതുപോലെ തന്നെ വോൾവോ XC40, ഇങ്ങനെ എല്ലാ വണ്ടികളും ഉണ്ടായാലും XC40 ആയിരുന്നു എൻ്റെ ഒരു ഫേവറേറ്റ് മോഡൽ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള. അത് വളരെ ബാലൻസ് ചെയ്തിട്ടുള്ള വണ്ടി, 2 പവർ ട്രെയിനിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. ഇത് 2 പവർ ട്രെയിൻ ഇപ്പോൾ പെട്രോൾ ഡീസൽ മാത്രമല്ല, ആക്ച്വലി ഇൻ്റർനാഷണലി ഇലക്ട്രിക്കും വന്നിട്ടുണ്ട്. അപ്പോൾ iX1 എന്ന് പറയുന്ന ആ മോഡൽ അതും നമ്മൾ ഓടിച്ചാണ്, വളരെ റിഫൈൻഡ് ആണ്. BMW ഒരു ഫിലോസഫി അത് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഒരേ മോഡൽ തന്നെ 2 കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഏതായാലും പെട്രോൾ ഡീസലുള്ള ഡീസലാണ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. പവർ ഔട്ട്പുട്ടും കാര്യമെല്ലാം വെച്ച് പ്രാക്ടിക്കലെല്ലാം എന്തായാലും നമുക്ക് BMW ഒരു എലമെൻറ്റ്സ് എല്ലാം തന്നെ ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ലക്ഷറി ആണെങ്കിലും ഡ്രൈവിംഗ് ഡൈനാമിക്സ് ആണെങ്കിലും സേഫ്റ്റി ആണെങ്കിലും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു സ്റ്റാറ്റസ്കോ വെച്ച് നോക്കും BMW ഒരു ഇപ്പോഴത്തെ ഒരു ഡിസൈൻ ഫിലോസഫി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പ്രസൻസ് കാര്യം ഉണ്ടാക്കുന്ന രീതിയിൽ. മുമ്പ് X1 കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഡൗൺ ഗ്രേഡഡ് ഫീൽ ആണെങ്കിൽ ഇപ്പം ഒരു അപ്ഗ്രേഡഡ് ഫീലാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ബൈ ആണ്. ആക്ച്വലി പവർ എനിക്ക് തോന്നുന്നു ടോപ്പ് ഓഫ് ദി റേഞ്ച് അല്ല ഇതിൽ. കാരണം എനിക്കൊന്ന് GLA ആണെന്ന് തോന്നുന്നു ഇതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടി ബെറ്റർ ഒരു സോഫ്റ്റ് നേച്ചർ, കുറച്ച് സസ്പെൻഷൻ നമുക്ക് Q3 കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ബാലൻസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടാണ് എനിക്ക് ആക്ച്വലി X1 ഫീൽ ചെയ്യുന്നത്. സോ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ് എന്ന് പറയുന്നൊരു കാര്യമാണ് X1ലുള്ളത്. സാധാരണ നമുക്ക് എല്ലാം തികഞ്ഞിട്ട് ഒന്നും ലഭിക്കില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെ ഒരു എലമെൻറ്റ് കിട്ടി ഏറ്റവും നല്ലൊരു ബാലൻസ് കിട്ടുന്നതായിരിക്കും ഏതൊരു വണ്ടിയിലും ഒരു നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടാവുക. നമ്മളെ ഒരു റെഗുലർ ജനറിക് കസ്റ്റമേഴ്സ് നോക്കുമ്പോൾ. എന്നാൽ നമുക്ക് പ്യുവർലി സ്പോർട്ടിയാണ്, പ്യുവർലി കംഫർട്ടാണ് നോക്കുന്നതെങ്കിൽ മറ്റേ ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ എല്ലാം തികഞ്ഞൊരു കാര്യം നോക്കുകയാണെങ്കിൽ ആക്ച്വലി X1 ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. ഡിസൈന് സബ്ജക്റ്റീവാണ്, ചിലർക്കത് ഇഷ്ടപ്പെടാത്തുണ്ട്, പക്ഷെ കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഫീല് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അതിനേക്കാളും ഇപ്പം കൂടുതൽ കാണുമ്പോൾ വേറെ കളറിൽ കാണുമ്പോൾ കൂടെ എനിക്ക് അതിൻ്റെ ഒരു ഇഷ്ടം കൂടിയിട്ടുണ്ട് മുമ്പുള്ളതിനേക്കാളും. അപ്പോൾ അതേപോലെ തന്നെ ആദ്യമായിട്ട് കണ്ട് ഇഷ്ടപ്പെടാത്തവർ വീണ്ടും വീണ്ടും കാണുമ്പോൾ നോക്കുമ്പം ചിലപ്പം ഒരു ചേഞ്ച് വന്നേക്കാം. സോ ഇതാണ് പുതിയ BMW X1. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ലുക്സിലാണെങ്കിലും ഫീച്ചേഴ്സിലാണെങ്കിലും തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഈ കണ്ടിടത്തോളമുള്ള ഫീച്ചേഴ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാണെന്നുള്ളതും പറയണം. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത തവണ മറ്റൊരു വണ്ടിയായിട്ട് കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.